ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന മതങ്ങളും സംസ്കാരങ്ങളും ഗോത്ര ആചാരങ്ങളും ഐതിഹ്യങ്ങളും പ്രത്യക്ഷത്തിൽ വിഭിന്നമായി തോന്നുമെങ്കിലും ആഴത്തിൽ ഇവയെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ കുറെ ഏറെ സാദൃശ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ദൈവവിശ്വാസത്തിലും ആചാര സംഹിതകളിലും ഐതിഹിക സംഭവങ്ങളിലും അത് പ്രകടമായി തന്നെ കാണാനും സാധിക്കും. ഈ ഗണത്തിൽപ്പെടുന്ന ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവ ബഹുലമായ വിശ്വാസ ഐതിഹ്യ പ്രഹേളികയുണ്ട്. അതാണ് ഭൂമിയെ വിഴുങ്ങിയ മഹാപ്രളയം. സമസ്ത ഭൂഖണ്ഡങ്ങളിലും വ്യത്യസ്തമായ ആഖ്യാനങ്ങളിലൂടെ ഒരേ ആശയം ഉൾക്കൊള്ളുന്ന ഈ വിവരണം ദൈവികമായ വെളിപാടുകളാണോ, അതോ മനുഷ്യവംശത്തിന്റെ വ്യത്യസ്ത ദിശകളിലേക്കുള്ള കുടിയേറ്റങ്ങളിലൂടെ കൈമാറ്റപ്പെട്ട ആശയമാണോ, അതുമല്ല പ്രകൃതിക്ഷോഭങ്ങളോട് മനുഷ്യന് തോന്നിയ ഭയത്തിൽ നിന്ന് ഉടലെടുത്ത വാമൊഴി പുരാണങ്ങളുടെ ബാക്കി പത്രമാണോ എന്നിങ്ങനെ സമസ്യകൾ ഏറെയുള്ള, സത്യവും മിഥ്യയും കെട്ടുപിണഞ്ഞ, ശിക്ഷയും വീണ്ടെടുപ്പും രേഖപ്പെടുത്തിയ മഹാജലപ്രവാഹത്തിന്റെ ആഴങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ഇരിക്കാം. ഈ ഭൂമിയിൽ ഇന്നുവരെ ജീവിച്ചിരുന്ന, ഒരിക്കലും പരസ്പരം കണ്ടിട്ടില്ലാത്ത, ഒരേ ഭാഷ സംസാരിച്ചിട്ടില്ലാത്ത, ഒരേ ദൈവത്തെ ആരാധിച്ചിട്ടില്ലാത്ത, വ്യത്യസ്ത വംശത്തിലും ഗോത്രത്തിലും ഭൂപ്രദേശങ്ങളിലും വസിച്ച ജനതകൾ അത്ഭുതകരമായ സാദൃശ്യത്തോടെ തലമുറകൾക്ക് കൈമാറിയ മഹാപ്രളയത്തിന്റെ അറിവ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിചിതമായിട്ടുള്ളത് യഹൂദ ക്രൈസ്തവരുടെ പഴയ നിയമ പുസ്തകമായ തോറയിലെയും ഇസ്ലാമിന്റെ ഗ്രന്ഥമായ ഖുർആനിലെയും നോഹ അല്ലെങ്കിൽ നൂഹ് പ്രവാചകന്റെ ജീവചരിത്രത്തിന്റെ താളുകളിലൂടെ, അതിന്റെ വിവരണങ്ങളിലൂടെ ആയിരിക്കും. എന്നാൽ ബൈബിളിൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് വിസ്മയകരമായ സദൃശ്യങ്ങളോട് കൂടി ചുട്ടെടുത്ത കളിമൺ ഫലകങ്ങളിൽ ഇവ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട് എന്ന ചരിത്രത്തിന്റെ നിഗൂഢതകൾ ആ ചുരുളുകളിൽ നിന്ന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ ശ്രമിക്കാം. ലഭ്യമായ സ്രോതസ്സുകളിൽ ഈ സംഭവം ആദ്യമായി വിവരിക്കപ്പെടുന്നത് ക്രിസ്തുവിനും 2300 വർഷം പഴക്കമുള്ള എറിഡോ ജെനിസിസ് എന്ന സുമേറിയൻ ഫലകത്തിലാണ്. അതിന്റെ പിൽക്കാലത്ത് പ്രളയ ഫലകം എന്ന് വിളിക്കപ്പെട്ടു. മനുഷ്യ സൃഷ്ടിയെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്ന ഈ രേഖയിൽ ദൈവനാമം എൻലിൽ എന്നാണ്. ദൈവമേൽപ്പിച്ച ജോലികൾ ചെയ്യാൻ ഭൂലോകത്തേക്ക് അയച്ച മനുഷ്യർ വളരെ വേഗം വംശം വർദ്ധിപ്പിക്കുകയും അവരുടെ ശബ്ദങ്ങളും കോലാഹലങ്ങളും ദൈവത്തിന് അസഹ്യമായി തുടങ്ങുകയും ചെയ്തു. ഇത് നിയന്ത്രിക്കാൻ അദ്രഹാസിസ് എന്ന വിവേകിയായ മനുഷ്യൻ തന്റെ കഴിവിന് പരമാവധി ശ്രമിച്ചെങ്കിലും ജനങ്ങൾക്കിടയിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. കോപാകുലനായ എൻലിൻ ജനങ്ങളെ നിയന്ത്രിക്കാൻ ആദ്യം പ്ലേഗ് ബാധ അയച്ചു, പിന്നീട് വരൾച്ചയും ഉണ്ടാക്കി. എന്നാൽ മനുഷ്യവംശം അതിനെ അതിജീവിക്കുകയും അവരുടെ ശല്യം തുടരുകയും ചെയ്തു. അതോടെ ഒരു മഹാജലപ്രളയം അവരെ നശിപ്പിക്കാനായി ദൈവം അഴിച്ചുവിട്ടു. എന്നാൽ അദ്രഹാസിസിനെ പിന്തുടരുന്നവരെ രക്ഷിക്കാൻ ഒരു വഞ്ചി നിർമ്മിക്കാനായി രഹസ്യമായി അദ്ദേഹത്തോട് എൻലിൻ പറയുകയും അതിൽ അവർ രക്ഷപ്പെടുകയും ചെയ്തു. 7 രാത്രിയും 7 പകലും ഭൂമി മുഴുവൻ ജലത്തിലായി. ഇത്രമാത്രമാണ് ഈ രേഖയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 1853 അക്കേഡിയൻ സുമേറിയൻ സംസ്കാരങ്ങൾ നിലനിന്ന ഇന്നത്തെ ഇറാഖിന്റെ നിനേവ പ്രദേശത്തു നിന്ന് ലഭിച്ച 12 കളിമൺ ഫലകങ്ങളിൽ 11-ാമത്തേത് ശരിക്കും ലോകത്തെ ഞെട്ടിച്ചു. പഴയ നിയമത്തിലെ നോഹയുടെ ആഖ്യാനങ്ങളിലെ കഥാപാത്രങ്ങൾക്ക് മാത്രമാണ് മാറ്റമുണ്ടായത്. ശേഷിക്കുന്ന സംഭവങ്ങളെല്ലാം ഒന്നിനൊന്ന് സാമ്യം. സുമേറിയൻ പ്രളയഫലകത്തിന്റെ തുടർച്ച എന്ന് തോന്നിപ്പിക്കുന്ന ഈ രേഖ സംഭവങ്ങൾ കുറച്ചുകൂടി വിശദീകരിച്ചിരുന്നു. ഗിൽഗിമിഷിന്റെ ഇതിഹാസം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട ഈ കുണിഫോം ലിപി ഫലകം BC 2100 എഴുതപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം പ്രളയ ഫലകത്തിന്റെ തുടർച്ചയാണ്. ദൈവനാമത്തിൽ 2 പേരുകൾ കാണാം, എൻലിൻ എന്നും എൻകി എന്നും. ഇവ രണ്ടും ഒന്നാണോ രണ്ടാണോ എന്നത് വ്യക്തമല്ല. എന്തായാലും ജനങ്ങളുടെ കോലാഹലങ്ങളിൽ സഹിക്കും അവരെ നശിപ്പിക്കാൻ ഒരു ജലദുരന്തം സൃഷ്ടിക്കാൻ ദൈവം തീരുമാനിക്കുന്നു. സദ്വൃദ്ധരായ മനുഷ്യരെ രക്ഷിക്കാൻ ദൈവം ഉട്നാപിഷ്ടിമിനെ നിയോഗിക്കും. ഒരു സ്വപ്നത്തിലൂടെ ഒരു വലിയ പെട്ടകം നിർമ്മിക്കാനും ദ്രോഹമൊന്നും ചെയ്യാത്ത ജനങ്ങളെയും സകല ജീവജാലങ്ങളെയും അതിൽ കൊണ്ടുകയറ്റി രക്ഷിക്കാനും വെളിപാട് നൽകുന്നു. വളരെ ശ്രമകരമായി അദ്ദേഹം നിർമ്മാണം ആരംഭിക്കും. ക്യൂബ് ആകൃതി 120 ക്യൂബിറ്റ് അളവിൽ 6 നിലകളിലായി ഒരു വലിയ സ്വപ്നം. നിർമ്മാണം കഴിഞ്ഞ ഉടനെ അതിശക്തമായ മഴ ആകാശത്തു നിന്നും ഇടിഞ്ഞു വീണു. 7 ദിവസവും 7 രാത്രിയും നിർത്താതെ അത് തുടർന്നു.
ഒരു വേള ആകാശ ലോകത്തിലെ വാസികൾ പോലും ഈ ജലപ്രളയം കണ്ട് ഭയന്നു. അവരുടെ അഭ്യർത്ഥന പ്രകാരം ദൈവം പ്രളയത്തെ ശമിപ്പിച്ചു. ജലം ഇറങ്ങിയപ്പോൾ പെട്ടകം നിമൂഴിഷ് പർവ്വതത്തിൽ ഉറച്ചു. ഉട്ടാപിഷ്ടിൻ ഒരു പ്രാവിനെയും ഒരു മീൻ കഴുകനെയും അന്തരീക്ഷത്തിലേക്ക് പറത്തിവിട്ടു. രണ്ടും തിരിച്ചു വന്നു. എന്നാൽ ഒരു കാക്കയെ അവസാനമായി പറത്തിവിട്ടപ്പോൾ അത് തിരിച്ചു വന്നില്ല. കരഭൂമി തെളിഞ്ഞുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവിടെ നിന്ന് മാനവരാശി വീണ്ടും വ്യാപിക്കാൻ തുടങ്ങി. പഴയ നിയമത്തിലെ നോഹയുടെ ആഖ്യാനവുമായി വളരെ സാദൃശ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. രക്ഷകന്റെയും ദൈവത്തിന്റെയും പേരുകൾ മാത്രമാണ് വ്യത്യാസം. നോഹയുടെ കഥയിൽ യഥാക്രമം നോഹയും യഹോവയുമാണ്. ജനതയെ ഇല്ലാതാക്കാനുള്ള കാരണം മനുഷ്യൻ നിയമങ്ങളെ അവഗണിച്ചതും ദുഷ്ടതയും ആക്രമണങ്ങളും അധികരിച്ചതും. 500 വർഷക്കാലം അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ നോഹ എന്ന പ്രവാചകനെ നിയോഗിച്ചതിന് ശേഷമാണ് ഈ ശിക്ഷ അവർക്ക് മേൽ ഇറക്കപ്പെട്ടത്. നിർമ്മിക്കപ്പെട്ട പെട്ടകത്തിന്റെ അളവുകളിൽ ചില വ്യത്യാസങ്ങൾ കാണാം. ഉപയോഗിച്ച മരത്തിന്റെ പേര് ഗോഫർ എന്നും കാണാം. 450 അടി നീളവും 75 അടി വീതിയും 45 അടി ഉയരവുമുള്ള 3 നിലകളിലായി ജനാലകൾ പിടിപ്പിച്ച് ടാർ പൂശി ജലം കയറാത്ത രീതിയിലാക്കിയതായിരുന്നു ഈ പെട്ടകം. അന്നത്തെ കാലത്ത് ലഭ്യമായ സകല സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചതായി നമുക്ക് തോന്നും. നോഹയെ ഭാര്യയും മക്കളും സഹായിച്ചതായി നമുക്ക് വായിക്കാൻ കഴിയും. നിർമ്മാണത്തിന് ശേഷം സകല ജീവജാലങ്ങളുടെയും 2 ഇണകൾ വീതം അതിൽ കയറ്റാനും ശുദ്ധഭക്ഷണവും വെള്ളവും സംഭരിക്കാനും നിർദ്ദേശം ലഭിച്ചു. ആകാശത്ത് നിന്നും ഭൂമിക്കടിയിൽ നിന്നും ഒരുപോലെ ജലം ഈ നിർമ്മാണത്തിന് ശേഷം പ്രവഹിക്കാൻ തുടങ്ങി. 40 ദിവസത്തോളം നീണ്ട ആ പ്രളയത്തിൽ ഭൂഖണ്ഡം മുഴുവൻ വെള്ളത്തിനടിയിൽ. പർവ്വതങ്ങൾ പോലും മൂടപ്പെട്ടു. പെട്ടകത്തിലുള്ളവർ ഒഴികെ ബാക്കിയെല്ലാം നശിച്ചു. ആകാശത്ത് പറക്കുന്ന പറവകൾ പോലും ജലം ഉയർന്നതിനാൽ അതിൽ വീണ് ചത്തൊടുങ്ങി. 150 ദിവസം കൂടി ജലം ഉയർന്നു തന്നെ നിന്നു. പിന്നീട് ദൈവം കാറ്റയക്കുകയും ജലത്തെ ഇറക്കുകയും ചെയ്തു. പെട്ടകം അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. നോഹ ഒരു കാക്കയെ പറത്തുവിട്ടു. അത് തിരിച്ചു വന്നു. പിന്നീട് പ്രാവിനെ പറത്തുവിട്ടപ്പോൾ അത് ഒലീവ് ഇലയുമായാണ് മടങ്ങി വന്നത്. ഭൂമി തെളിഞ്ഞതായി അദ്ദേഹം മനസ്സിലാക്കി. തുടർന്ന് ദൈവവുമായുള്ള ഉടമ്പടി, ഇനിയൊരിക്കലും ഇതുപോലൊരു ജലദുരന്തമയക്കില്ല എന്ന വാഗ്ദാനം അദ്ദേഹത്തിന് ലഭിച്ചു. അതിന്റെ അടയാളമായി ആകാശത്ത് മഴവിൽ പ്രത്യക്ഷപ്പെട്ടു. 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ലഭിച്ച ഖുർആൻ വെളിപാടിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. നോഹയ്ക്ക് നൂഹ് എന്നും യഹോവയ്ക്ക് അള്ളാഹു എന്നുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ജനങ്ങളുടെ ധിക്കാരം തന്നെയാണ്. ബൈബിളിൽ 500 വർഷത്തെ പ്രബോധനമാണ് പറയുന്നതെങ്കിൽ ഖുർആനിലത് 950 വർഷമായിരുന്നു. ഫലമില്ലാതെ വന്നപ്പോൾ പെട്ടകമുണ്ടാക്കാനും നൂഹിനെ പിന്തുടർന്ന വിശ്വാസികളെയും ജീവജാലങ്ങളിൽ നിന്ന് ഓരോ ഇലകളെയും അതിൽ സംരക്ഷിക്കാനും ദൈവം ഉത്തരവ് നൽകി. ഖുർആനിൽ പക്ഷേ പെട്ടകത്തിന്റെ വിശദാംശങ്ങളോ ബൈബിളിലെ പോലെ ആഖ്യാന രൂപത്തിലുള്ള വിവരണങ്ങളോ ഇല്ല. ഭൂമി മുഴുവനായി ജലപ്രളയം ഗ്രഹിച്ചുവെന്നോ വ്യക്തമാക്കുന്നില്ല. പ്രാദേശികമായ ഒരു ജലദുരന്തത്തെ പോലെയാണ് പ്രതിപാദിക്കുന്നത്. എന്നാൽ പ്രളയത്തിന്റെ തുടക്കം ഒരു അടുപ്പിൽ നിന്നുള്ള ഉറവയാണ് എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. പ്രളയശേഷം കപ്പൽ തുർക്കിയിലെ ജൂതി പർവ്വതത്തിലാണ് ഉറച്ചു നിന്നെന്നും പറയുന്നുണ്ട്. സത്യനിഷേധികൾക്കുള്ള ദൈവശിക്ഷ എന്ന വശത്തിനാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. അതിൽ നൂഹ് പ്രവാചകന്റെ പുത്രൻ ഉൾപ്പെട്ടിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ് സ്വന്തം ചോരയിൽ പിറന്നവരാണെങ്കിലും സത്യനിഷേധികൾക്ക് ദൈവിക ശിക്ഷയ്ക്ക് എപ്പോഴും അർഹരായിരിക്കും എന്ന് വ്യക്തമാക്കുന്നു. മനുഷ്യരുടെ അനീതികളും അതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ട നിയോഗങ്ങളും അതിൽ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദൈവകോപവും തുടർന്നുള്ള ശിക്ഷയും അതിനുശേഷമുള്ള പുനർക്രമീകരണങ്ങളുമെല്ലാം മുൻപറഞ്ഞ രേഖകളിൽ പല രീതിയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. മധ്യപൂർവ്വ ഏഷ്യയിലെ സമീപ പ്രദേശങ്ങളിലെ ഈ വിജ്ഞാനങ്ങൾ ഒരുപക്ഷെ പ്രവാചക നിയോഗങ്ങളിൽ നിന്നുണ്ടായ അറിവുകളുടെ വ്യത്യസ്ത പതിപ്പുകളാകാം. അല്ലെങ്കിൽ പൂർവികരിൽ നിന്ന് ശേഖരിച്ച അറിവുകളുടെ പല തരത്തിലുള്ള ആഖ്യാനങ്ങളാകാമെന്നിങ്ങനെ അനുമാനിക്കാമെങ്കിലും ഇതേ ആശയം ഉൾക്കൊള്ളുന്ന സംഭവം മറ്റൊരു രൂപത്തിൽ മഹാസമുദ്രത്തിനിപ്പുറം ഭാരതത്തിലെ പുരാണങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. BC 800 എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ശതപഥ ബ്രാഹ്മണത്തിൽ മത്സ്യപുരാണം എന്ന അധ്യായത്തിൽ ഒരു മന്വന്തരം എന്ന കാലഘട്ടത്തിന് മുമ്പ് നടന്ന മഹാപ്രളയത്തെപ്പറ്റിയുള്ള വ്യക്തമായ രേഖപ്പെടുത്തലുകളുണ്ട്. എന്നാൽ ഇവിടെ ഒരു ശിക്ഷയുടെ ഭാഗമായ ജലദുരന്തത്തെക്കുറിച്ചല്ല പ്രതിപാദിക്കുന്നത്. പകരം ഒരു യുഗത്തിന്റെ അന്ത്യത്തിൽ പുനരുദ്ധാരണത്തിന് മുമ്പ് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽപ്പെട്ട വിഷ്ണു ഒരു മത്സ്യമായി അവതരിക്കുന്നത് കൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ ഭൂമിയെ
അനർത്ഥങ്ങളിൽ നിന്ന് കാക്കാനുള്ള ദൈവിക ഇടപെടലായും ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നിരുന്നാലും മനു എന്ന രാജാവിന് ഒരു കുളത്തിൽ നിന്ന് ഒരു ചെറിയ മത്സ്യം ലഭിക്കുകയും അത് അതിവേഗം വളർന്ന് സമുദ്രത്തിന് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ മനു വിഷമഘട്ടത്തിലാകും. അതോടെ ആ മത്സ്യം താൻ മഹാവിഷ്ണുവാണെന്നും വലിയ ഒരു ജലപ്രളയം ഭൂമിയെ വിഴുങ്ങാൻ പോവുകയാണെന്നും ഉടനൊരു വഞ്ചി നിർമ്മിക്കണമെന്നും സപ്തമഹർഷിമാർ ജീവജാലങ്ങളുടെ ബീജങ്ങൾ, സസ്യങ്ങളുടെ വിത്തുകൾ എന്നിവ ശേഖരിക്കണമെന്നും നിർദ്ദേശം നൽകി. തുടർന്ന് പ്രളയം ആരംഭിക്കുകയും ഭൂമിയിൽ ജലപ്രവാഹമുണ്ടായപ്പോൾ വാസുകി എന്ന സർപ്പത്തെ കയറാക്കി ആ വഞ്ചിയെ മത്സ്യം തന്റെ കൊമ്പിൽ കെട്ടി മുന്നോട്ട് നയിച്ചു. 7 ദിവസത്തെ മഹാപ്രളയത്തിനു ശേഷം ജലമിറങ്ങിയപ്പോൾ ബ്രഹ്മാവിൽ നിന്നും വേദങ്ങൾ തട്ടിയെടുത്ത അസുരനെ നിഗ്രഹിച്ച് മത്സ്യാവതാരം ആ അറിവുകൾ ഋഷിമാർക്ക് കൈമാറുകയും മനുവിലൂടെ ഒരു പുതിയ മനുഷ്യ സമൂഹം കാലചക്രത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. മത്സ്യാവതാരം ആ വഞ്ചിയെ ഹിമസിഗ്ര എന്ന പർവ്വതത്തിലാണ് ഉറപ്പിച്ചു നിർത്തി. ആശ്ചര്യങ്ങൾ ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇതേ ആഖ്യാനത്തോടെ അതിന് സദൃശമായ സംഭവം പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് ഗ്രീക്ക് പുരാണത്തിലാണ്. BC 700 ഹെസിയോഡിന്റെ കറ്റലോഗ് ഓഫ് അപ്പോളോഡോറസ് രേഖയിലെ ഹെലനിക് പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ ദേവനായ സിയൂസ് മനുഷ്യരുടെ അതിക്രമണങ്ങളും അഹങ്കാരങ്ങളും വർദ്ധിച്ച അവസരത്തിൽ അത് നേരിട്ട് പരീക്ഷിക്കാൻ ഭൂലോകത്തേക്ക് ഇറങ്ങിയപ്പോൾ ലിക്കോൺ എന്ന ക്രൂരനായ രാജാവ് ഒരു ബാലനെ പാകം ചെയ്ത് സിയൂസിന് ഭക്ഷിക്കാൻ നൽകി അപമാനിച്ചു. കോപാകുലനായ സിയൂസ് അയാളുടെ മക്കളെ ഇടിമിന്നലിൽ വധിച്ചു. എന്നിട്ടും രോക്ഷം ക്ഷമിക്കാതെ വന്നപ്പോൾ അധാർമികളായ ജനങ്ങളെ മുഴുവൻ അഗ്നി ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചെങ്കിലും ആ അഗ്നി സ്വർഗത്തിലേക്ക് പടരുമോ എന്ന ആശങ്കയിൽ സമുദ്രത്തിന്റെ ദേവനായ പോസിഡോണിനെ വിളിച്ച് ഭൂമി മുഴുവൻ കടലിൽ മുക്കി അവരെ നശിപ്പിക്കാൻ കൽപ്പിക്കുന്നു. എന്നാൽ അഗ്നിദേവനായ പ്രോമിറ്റ്യൂസ് ഈ കാര്യം മനസ്സിലാക്കുകയും തന്റെ പുത്രനായ യുഖാലിനെയും പുത്രവധുവായ ഭൈറയെയും വിവരമറിയിക്കുകയും അവർക്ക് രക്ഷപ്പെടാൻ ഒരു ചെങ്ങാടം നിർമ്മിക്കാൻ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അതിശക്തമായ പ്രളയം ഭൂമിയെ വിഴുങ്ങുകയും ഈ ഇരുവർ ഒഴികെ ബാക്കി ജീവജാലങ്ങളിലെല്ലാം നശിക്കുകയും ചെയ്തു. 9 ദിവസം ആ അനന്തമായ ജലരാശിയിൽ അലഞ്ഞു തിരിഞ്ഞതിനു ശേഷം വെള്ളം കയറാതിരുന്ന മൗണ്ട് പർസ്നാസിസിൽ ആ ചങ്ങാടം ഉറപ്പിച്ചു. പ്രളയം ശമിച്ചപ്പോൾ അവർ ജീവിതം പുനരാരംഭിക്കുകയും അവർക്ക് ഹെലൻ എന്ന സന്തതി ജനിക്കുകയും ചെയ്തു. ശൂന്യമായ ഭൂമിയെ അവരെ ദുഃഖിപ്പിച്ചപ്പോൾ ഭൂമിദേവിയായ തെമസ് കല്ലുകൾ പൊറുക്കി പിറകോട്ടെറിയാൻ നിർദ്ദേശിക്കുകയും ഡ്യുക്കാലിൻ എറിഞ്ഞ കല്ലുകൾ ആൺകുട്ടികളായും പേറ എറിഞ്ഞ കല്ലുകൾ പെൺകുട്ടികളായും മാറുകയും ചെയ്തു. അങ്ങനെ മനുഷ്യകുലം വീണ്ടും ഭൂമിയിൽ പിറവി കൊണ്ടു. മനുഷ്യവംശത്തിന്റെ ഈറ്റില്ലമായ ആഫ്രിക്കയിലും ഈ ഐതിഹ്യത്തിന് വേരുകളുണ്ട്. അവിടെ പ്രചരിക്കുന്നതിൽ മനുവിന്റെയും നോഹയുടെയും ആഖ്യാനങ്ങളുടെ വ്യത്യസ്ത വകഭേദങ്ങളുണ്ട്. കാമറൂണിലെ വാമൊഴി ഗോത്ര സാഹിത്യങ്ങളിൽ മനുവിന്റെ മത്സ്യത്തിന് പകരം ഒരു ആടാണ് ജലദുരന്തത്തിന്റെ മുന്നറിയിപ്പുകൾ നൽകുന്നത്. ഗ്രാമത്തിലെ സത്യസന്ധയും സഹജീവികളോട് കാരുണ്യമുള്ളവളുമായ ഒരു പെൺകുട്ടിയെ ആ ആട് സമീപിക്കുകയും അവൾ അതിനെ ആട്ടിയകറ്റാതെ ഭക്ഷണം നൽകുകയും ചെയ്തു. ആവർത്തിച്ച് നൽകിയിട്ടും വിശപ്പ് മാറാത്ത ആടിനെ അവൾ ഒരിക്കലും തള്ളിക്കളഞ്ഞു. ഇതിൽ സംപ്രീതനായ ആട് ദൈവത്തിന്റെ ഒരു വലിയ ദണ്ഡനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവളും സഹോദരനും ലഭ്യമായ എല്ലാ വസ്തുക്കളെയും ജീവികളെയും ശേഖരിച്ച് ഒരു പ്രത്യേക എലിയെ പിന്തുടർന്ന് മലമുകളിൽ ഒളിച്ചിരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് ശക്തമായ മഴ പ്രളയമായി മാറുകയും സർവ്വതും നശിക്കുകയും ചെയ്തു. ജലമിറങ്ങിയപ്പോൾ ആ ആട് അവരെ തേടി വരികയും അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അവരിലൂടെ പിന്നീട് മനുഷ്യകുലം പുനർജനിച്ചു. ഇവിടെ പെട്ടകം നിർമ്മിച്ചതിന്റെ കാര്യം പറയുന്നില്ല എങ്കിലും ചില വാമൊഴികളിൽ ഭീമാകാരമായ ഒരു പല്ലി വഹിക്കുന്ന വാഹനത്തെക്കുറിച്ചുള്ള ഉल्ലേഖനങ്ങൾ ഉണ്ട്. മസായി ഗോത്രങ്ങൾക്കിടയിൽ പ്രചരിക്കുന്ന കഥ ഏകദേശം നോഹയുടെ ആഖ്യാനത്തിന് തുല്യമാണ്. ഭൂമിയിൽ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായും ദൈവകൽപ്പനകളിൽ നിന്ന് അവർ അകന്ന് ദുഷ്ടന്മാരായി. ഭൂതലത്തിൽ ആദ്യത്തെ കൊലപാതകവും അരങ്ങേറി. നബീജ സുഗയായിരുന്നു ആദ്യം ജീവൻ ബലിയർപ്പിക്കപ്പെട്ടത്. ഇതോടെ അവരെ ഉന്മൂലനം ചെയ്യാൻ ദൈവം തീർച്ചയെടുത്തു. എന്നാൽ അവർക്കിടയിൽ നീതിപൂർവ്വം ജീവിച്ചിരുന്ന തുബേനോട്ടിനെ ശിക്ഷിക്കാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹത്തെയും 2 ഭാര്യമാരെയും 3 മക്കളെയും അവരുടെ കുടുംബത്തെയും ജീവനക്കാരെയും ചുറ്റുമുള്ള മൃഗങ്ങളെയും സംരക്ഷിക്കാൻ ഒരു മരക്കപ്പൽ നിർമ്മിക്കാൻ ദൈവം അവരോട് ഉത്തരവ് നൽകി. തുടർന്ന് പ്രളയം ആഞ്ഞടിക്കുകയും സർവ്വതും ഇല്ലാതാവുകയും ചെയ്തു.
ജലമിറങ്ങി തുടങ്ങിയപ്പോൾ ആദ്യം ഒരു പ്രാവിനെ പറത്തി നോക്കി, പക്ഷെ അത് തിരിച്ചു വന്നു. പിന്നീട് ചിറകിൽ അമ്പ് കെട്ടിയ ഒരു കഴുകനെ ആകാശത്തേക്ക് വിട്ടു. കരയിലിരിക്കുമ്പോൾ അമ്പ് നിലത്ത് പതിക്കുമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. ദിവസങ്ങൾക്ക് ശേഷം ആ കഴുകൻ അമ്പില്ലാതെ തിരിച്ചു. ഭൂമി തെളിഞ്ഞതായി അദ്ദേഹം ഗ്രഹിച്ചു. കപ്പൽ ഒരു ഉന്നതമായ പർവ്വതത്തിൽ ഉറച്ചു. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയുടെ അടയാളമായി മഴവിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. യൊറൂബ, ഖോയ എന്നീ ആഫ്രിക്കൻ ഗോത്രങ്ങൾക്കിടയിലും ഇതുപോലുള്ള വ്യത്യസ്തമായ ജലദുരന്ത കഥകളുണ്ട്. ദൈവകോപത്തെയും ദേവതകൾ തമ്മിലുള്ള മത്സരത്തെയും ആധാരമാക്കിയ ആഖ്യാനങ്ങളാണവ. അവർക്കിടയിൽ പ്രളയം എന്ന ആശയം മാത്രമാണ് ഒരുമിക്കുന്ന ഘടകമായിട്ട് ഉള്ളത് എന്ന് മാത്രം. ഓസ്ട്രേലിയൻ ആദിവാസികൾക്കിടയിൽ ഭൂതലത്തിൽ ജലത്തിന് കാരണക്കാരനായ റെയിൻബോ സർപ്പന്റിനെ കുറിച്ചുള്ള ഡ്രീം ടൈം കഥകളിൽ ഭൂമിക്കടിയിൽ നിന്നും ഉയർന്നു വന്ന ഭീമൻ തവളകൾ സർപ്പന്റിന്റെ പ്രകോപനം കാരണം തങ്ങളുടെ ഉദരത്തിൽ നിന്ന് ജലം പ്രവഹിപ്പിച്ച് നാശം വിതച്ചതിന്റെ സൂചനകൾ കാണാം. ഇതിൽ ദൈവം കോപമോ പെട്ടകമോ ഒന്നും പ്രതിപാദിക്കുന്നില്ല. പെല്ലസി ദ്വീപുകളിലെ ചില ഐതിഹ്യങ്ങളിൽ ദൈവകോപത്തെക്കുറിച്ചും സമുദ്രത്തിൽ മനുഷ്യന് നിമഞ്ജനം ചെയ്തതിനെ കുറിച്ചും പ്രസ്താവിക്കുന്നുണ്ടെങ്കിലും വിവരങ്ങൾ അപൂർണമാണ്. ആദിമ സംസ്കാരങ്ങളുടെ ഈറ്റില്ലമായ ലാറ്റിൻ അമേരിക്കയിലെ പ്രധാന 3 നാഗരികതകളിലും വ്യത്യസ്തമായ രീതിയിൽ മഹാപ്രളയം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 5 സൂര്യകാലങ്ങളാണ് അസ്റ്റക് കാലഗണനയിൽ ഉള്ളത്. അതിൽ 4ാമത്തെ സൂര്യകാലത്ത് ചാച്ചിലിട്ടിക്കു എന്ന ജലദേവതയായിരുന്നു ഭൂമി ഭരിച്ചിരുന്നത്. ജനതകൾ ജലഭക്ഷണം കഴിക്കാതെ ധാന്യങ്ങൾ കഴിച്ച് ധിക്കാരം കാട്ടി. അത് ആ ദേവതയെ വളരെയേറെ ദുഃഖിപ്പിക്കുകയും 52 വർഷത്തോളം അവർ കരയുകയും ചെയ്തു. ക്രമേണ ആ കണ്ണീർ ഒരു മഹാപ്രളയമായി മാറി. ജനം മത്സ്യങ്ങളായി വരെ രൂപാന്തരപ്പെട്ടു തുടങ്ങി. ഇതിൽ നിന്നും മനുഷ്യവർഗത്തെ കാത്തുരക്ഷിക്കാൻ ടസ്കാറ്റിപ്പോക്ക എന്ന ദേവൻ കോസ്കോസ് എന്ന മനുഷ്യനോട് അദ്ദേഹത്തിന്റെ പത്നി നൈനയെയും കൂട്ടി അഹൗറ്റോ സർപ്രസ് മരം കൊണ്ട് ഒരു നൗക നിർമ്മിച്ച് രക്ഷപ്പെടാൻ ഉദ്ഘോഷിച്ചു. അങ്ങനെ ആ ചെങ്ങാടത്തിൽ അവർ ആ ജലദുരന്തത്തെ അതിജീവിക്കുകയും കോൽക്കുഖാൻ പർവ്വത നിരയിൽ ഇറങ്ങുകയും ചെയ്തു. ഈ കാലഘട്ടത്തിന് ഏജ് ഓഫ് ഫ്ലഡ് എന്നാണ് ആസ്റ്റക്കുകൾ വിളിക്കുന്നത്. തുടർന്ന് ആ ദമ്പതിമാരിൽ നിന്നും ദൈവം ലോകത്തെയും മാനവരാശിയെയും പുനഃസൃഷ്ടിച്ചു. അടുത്ത സൂര്യ കാലഗണന ആരംഭിക്കുകയും ചെയ്തു. അതിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് ഇവരുടെ വിശ്വാസം. മായൻ ജനതയുടെ പോപ്പൽ വു ഗ്രന്ഥം വിശ്വസിക്കുന്ന ഐതിഹ്യത്തിൽ മനുഷ്യന്റെ ഉൽപ്പത്തി മുതലുള്ള ചരിത്രമുണ്ട്. ആദ്യം മണ്ണുകൊണ്ട് ദൈവം ജനതയെ സൃഷ്ടിച്ചുവെങ്കിലും അത് ദുർബലമായതിനാൽ വേഗം തകർന്നുപോയി. പിന്നീട് മരം കൊണ്ട് മനുഷ്യരെ ഉണ്ടാക്കി. ആത്മാവില്ലാത്തതിനാൽ അവർ ദൈവത്തെ ധിക്കരിക്കാൻ തുടങ്ങി. അതോടെ കറുത്ത മഴയും ജലദുരന്തവും അഴിച്ചുവിട്ട് അവരെ ദൈവം ഇല്ലാതെയാക്കി. തുടർന്ന് മുൻകാല പരീക്ഷണങ്ങളിലെ പിഴവുകൾ തിരുത്തി ദൈവം സ്യൂട്ട് കോൺ മാവ് കൊണ്ട് പുതിയ മനുഷ്യരെ സൃഷ്ടിച്ചു. വടക്കേ അമേരിക്കയിൽ ദൈവിക ദണ്ഡനത്തിന്റെ മൂർത്തിഭാവമായ ദുരന്തം പ്രത്യക്ഷപ്പെടുന്നത് ഓജ്ബെ ഇതിഹാസവുമായി ബന്ധപ്പെട്ട ഗദ്യകാവ്യങ്ങളിലാണ്. ഭൂമി ദുഷ്ടത നിറഞ്ഞപ്പോൾ സൃഷ്ടാവ് ഭൂതലം നശിപ്പിക്കാൻ പ്രളയത്തെ അയച്ചുവെന്നും സമർത്ഥനായ വെനബൂസോ എന്ന മനുഷ്യൻ നദിയിലെ വീവറുകൾ ഉണ്ടാക്കുന്നതിന് സദൃശ്യമായ ഒരു ജലവാഹനത്തിൽ ചുറ്റുമുള്ള ജന്തുക്കളുമായി ആ ദുരന്തത്തെ അതിജീവിച്ചുവെന്നുമാണ് ആഖ്യാനമുള്ളത്. ജലം ഇറങ്ങിയപ്പോൾ കൂടെയുണ്ടായിരുന്ന ഒരു ജന്തു ഒരു മണ്ണ് കൊണ്ടുവരികയും ആ മണ്ണ് ഉപയോഗിച്ച് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ പുതിയ കരഭാഗം ഉരുതിരിഞ്ഞു എന്നുമാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ചെറുതും വലുതുമായ ഇത്തരം ജലദുരന്ത ആഖ്യാനങ്ങൾ തെക്ക് വടക്ക് അമേരിക്കൻ ദേശങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ചിക്കാസോ ഗ്രേറ്റ് സ്പിരിറ്റ് സംഭവം, ലക്കോട്ടോ സംസ്കാരത്തിന്റെ വൈറ്റ് മോൺസ്റ്റർ ഉണ്ടി എന്നിവ ഇതിൽ നിന്ന് ചിലത് മാത്രമാണ്. തുർക്കി ഉൾക്കൊള്ളുന്ന മധ്യ ഏഷ്യൻ ഭൂവിഭാഗങ്ങളിൽ ദൈവത്തിന്റെ ദണ്ഡനം ജലദുരന്തമായി ആഞ്ഞടിച്ചപ്പോൾ ഒരു വെളുത്ത ആടിന്റെ നിർദ്ദേശപ്രകാരം 7 സഹോദരന്മാർ വലിയ കപ്പൽ നിർമ്മിച്ച് രക്ഷപ്പെടുകയും അതിനുശേഷം ദൈവമായ കരാഹാൻ മണ്ണിൽ നിന്ന് മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്തു. 7 സഹോദരന്മാരിൽ ഇളയവനായ ഒൽഗൻ ആ ജനങ്ങൾക്ക് ആത്മാവ് നൽകാൻ ദേവലോകത്തേക്ക് പ്രയാണം ചെയ്തു. ജ്യേഷ്ഠനായ എർലിക് മണ്ണ് ശേഖരിക്കാൻ സഹായിച്ചു. ഗാസി ഗുർട്ട് മലയുടെ അടിവാരത്തു നിന്നും മനുഷ്യകുലം ലോകമെങ്ങും വ്യാപിച്ചു. ഇതുവരെ പ്രതിപാദിച്ച ഐതിഹ്യങ്ങളിൽ നിന്ന് വിഭിന്നമാണ് ചൈനയിലെ ഗൺയു ഇതിഹാസം. ഇവിടെ ദൈവിക ദണ്ഡനത്തിന്റെ പര്യവസാനമായി വരുന്ന ഒരു ദുരന്തത്തെയും അതിനുശേഷമുള്ള വീണ്ടെടുപ്പിനെയും അല്ല ചിത്രീകരിക്കുന്നത്. പകരം ചക്രവർത്തി യാവോയുടെ കാലത്ത് 13 വർഷക്കാലം നീണ്ടുനിന്ന ജലദുരന്തത്തെ
ചക്രവർത്തിയുടെ മകൻ യു കനാലുകളും തോടുകളും നദീപ്രവാഹങ്ങളും ഒരുക്കി നിയന്ത്രിക്കുകയും ഷിയ എന്ന രാജവംശം സ്ഥാപിക്കുകയും ചെയ്തതായിട്ടാണ് പറയുന്നത്. ചില ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പിതാവായ ചക്രവർത്തി പ്രളയം നിയന്ത്രിക്കാൻ സഹായകരമാകുന്ന അത്ഭുതകരമായ ഒരു മണ്ണ് മോഷ്ടിക്കുന്നതിന് ഫലമായി ദേവന്മാരുടെ കയ്യിൽ നിന്നും വധശിക്ഷ ഏൽക്കേണ്ടി വരുന്നുവെന്നും പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം യു തന്റെ സ്വയം പ്രയത്നം കൊണ്ട് ഈ പ്രവാഹവും നിയന്ത്രിക്കുകയും ജലദുരന്തത്തെ കീഴടക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കൊറിയയിൽ ഡെസോങ് നദിയിൽ ജലദുരന്തം ഉണ്ടായതിനെ കുറിച്ചും ഒരു വൃദ്ധൻ ചെങ്ങാടമുണ്ടാക്കി ജനതയെയും പാമ്പുകളെയും സംരക്ഷിച്ചതിനെ കുറിച്ചും ഒരു കടങ്കഥ ഇന്നും നിലവിലുണ്ട്. മേൽപ്പറഞ്ഞവ ഉൾപ്പെടെ 200ഓളം വ്യത്യസ്ത ജലദുരന്ത ആഖ്യാനങ്ങൾ രേഖപ്പെടുത്തതായും തലമുറകളായി പാടിയും പറഞ്ഞും കൈമാറ്റം ചെയ്യപ്പെട്ടതായും നമ്മുടെ മുന്നിലുണ്ട്. 7 വൻകരകളിലായി ഭിന്ന ഗോത്രങ്ങളിലും സംസ്കാരങ്ങളിലും സാമൂഹിക ചുറ്റുപാടുകളിലും വൈവിധ്യങ്ങളിലുമുള്ള സമാനതകളോട് കൂടി തന്നെ ഇവ കൈമാറ്റം ചെയ്യപ്പെടും. ആഫ്രിക്കയിൽ നിന്ന് കുടിയേറ്റം ആരംഭിച്ച മനുഷ്യകുലം കൈമാറിയ പൊതു സ്മൃതിയാണോ ഈ സംഭവം? അതോ വ്യത്യസ്ത കാലങ്ങളിൽ ആ പ്രദേശങ്ങളിൽ ഉണ്ടായ ദുരന്തങ്ങളെ ചുറ്റിപ്പറ്റി വികസിച്ച ആഖ്യാനങ്ങളാണോ? ഇനി അതുമല്ല മതങ്ങൾ പ്രഘോഷിക്കുന്നത് പോലെ എല്ലാ സമൂഹങ്ങളിലേക്കും ദൈവനിയോഗത്താൽ അയക്കപ്പെട്ട ദൂതന്മാർ നന്മ തിന്മ വേർതിരിക്കാനും ദൈവത്തിന്റെ കാരുണ്യവും നീതിയും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും പകർന്ന ദൈവിക വെളിപാടുകളാണോ? ചോദ്യങ്ങൾ ഒട്ടേറെ ബാക്കി നിൽക്കുന്നു. ശാസ്ത്രദൃഷ്ടിയിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഭിന്ന പ്രദേശങ്ങളിൽ ഉണ്ടായ ദുരന്തങ്ങളെ ചുറ്റിപ്പറ്റി ഉടലെടുത്ത കഥകൾ മാത്രമാണിവ. ഭൂമിശാസ്ത്രപരമായി ഭൂമി മുഴുവൻ ഗ്രഹിച്ച ഒരു ജലദുരന്തം യഥാർത്ഥത്തിൽ സംഭവിച്ചതിന്റെ യാതൊരു തെളിവും ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നാൽ ഈ ഐതിഹ്യത്തിന് ഉപോത്ഫലമായി ചരിത്രത്തിൽ ഭൂതലത്തിൽ ഉണ്ടായ 3 വിനാശകരമായ ദുരന്തങ്ങളെ ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. BC 7600 കരിങ്കടലും മെഡിറ്ററേനിയൻ കടലും ഒന്നായി മാറിയ ഏകദേശം 60,000 ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശം ജലത്തിൽ മൂടിയ ബ്ലാക്ക് സീ ദുരന്തമാണ് ഒന്നാമത്തേത്. ആ തീരങ്ങളിൽ വസിച്ചിരുന്ന ഒട്ടേറെ കർഷകർ ജീവൻ രക്ഷാർത്ഥം ഭൂഗോളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഓടി രക്ഷപ്പെട്ടു. അവരിലൂടെ ഈ ആഖ്യാനങ്ങൾ പ്രചരിച്ചു എന്ന് വേണം അനുമാനിക്കാൻ. BC 12,000 120 മീറ്ററോളം സമുദ്ര ജലനിരപ്പ് ഉയർന്ന ഹിമയുഗ ഉരുകൽ എന്ന സംഭവമാണ് രണ്ടാമത്തേത്. ഇന്ത്യയിലെ ദ്വാരകയിൽ നടന്ന അന്തർജല ഗവേഷണങ്ങൾ ഇതിലേക്ക് വിരൽ ചൂടുന്നുണ്ട്. 9,000 വർഷം പഴക്കമുള്ള ദുരന്തത്തിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. മൂന്നാമത്തേത് യങ്ങർ ഡയാസ് എന്ന ഉൽക്കാപ്രവാഹം നിമിത്തം ഹിമപാളികൾ ഉരുകിയുണ്ടായ ജലദുരന്തമാണ്. പഴയ നിയമത്തിലും ഖുർആനിലും നോഹ പ്രവാചകന്റെ കപ്പൽ ഉറച്ചതായി പറയുന്ന തുർക്കിയിലെ അറാറത്ത് അല്ലെങ്കിൽ ജൂതി പർവ്വത നിരകളിൽ ഇന്നും ഗവേഷണം നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. 5137 മീറ്ററോളം ദൈർഘ്യമുള്ള ഒരു ബ്രഹ്മാണ്ഡമായ ആ പെട്ടക ഘടനയോടുകൂടി സദൃശമുള്ള രൂപം അവിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തും. ഉത്ഖനനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും പൂർണ്ണമായ അറിവുകൾ ലഭ്യമായിട്ടില്ല. എന്തുതന്നെയായാലും ഈ മഹാദുരന്തം ഒരു പ്രഹേളികയായി ഇന്നും തുടരുന്നു. ദൈവികമായ ഇടപെടലിന്റെ ബാക്കി പത്രമാണോ അതോ മനുഷ്യരുടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഓർമ്മയോ? നിങ്ങളുടെ അഭിപ്രായം എന്താ?